ഗോവയിലെ പാഞ്ചിക്കടുത്തുള്ള കണ്ടോലിം എന്ന ബീച്ചിൽ നിന്നും തിരികെ സൗത്ത് ഗോവയിലെ വാസ്കോ എന്ന മറ്റൊരു നഗരത്തിലേക്ക് പോവുകയാണ്. കണ്ടോലിം ബീച്ചിൽ നിന്നും ഏകദേശം 40 കിലോമീറ്റർ അകലെയുള്ള ബോഗ്മാലോ ബീച്ചാണ് അടുത്ത ലക്ഷ്യം. ഇന്നത്തെ രാത്രി താമസം വാസ്കോയിലെ ബോഗ്മാലോ എന്ന സ്ഥലത്തു തന്നെയാണ്. ബോഗ്മാലോ ബീച്ചിനടുത്ത് ഒരു ഹോം സ്റ്റേയിൽ ഓൺലൈനായി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. വഴിക്ക് നടുവിൽ ഈ കാണുന്ന നിർമ്മിതിയാണ് മാര എന്ന സ്ഥലത്തെ സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ച്. ഇത് സാൻഗോൾഡ എന്ന പ്രദേശമാണ്. മഹാരാഷ്ട്രയിലെ പനവേൽ മുതൽ മംഗലാപുരം വഴി കേരളത്തിലൂടെ കന്യാകുമാരി വരെ പോകുന്ന NH-66 ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. NH-66 4 വരി പാതയാണ്. ഇന്നത്തെ താമസം ബോഗ്മാലോ തെരഞ്ഞെടുക്കാൻ കാരണം അധികം സഞ്ചാരികൾ എത്താത്ത സ്ഥലമാണ് അവിടം എന്നതാണ്. ഫാമിലിയായും ഹണിമൂൺ പോകുന്നവർക്കും സ്വസ്ഥമായി സമയം ചിലവഴിക്കാൻ പറ്റിയ ബീച്ചാണത്. കൂടാതെ നാളെ രാവിലെ പോകേണ്ട ഇന്ത്യൻ നേവൽ അസോസിയേഷന്റെ മ്യൂസിയവും അടുത്തു തന്നെയാണ്. ഇവിടെ വെച്ച് NH-66 വൺ വേ ആയി മാറുന്നു. വൈകുന്നേരമായിട്ടും റോഡിൽ വലിയ തിരക്കില്ല. ഇടതുവശത്ത് ഈ കാണുന്ന പിങ്ക് കളറിലുള്ള ബിൽഡിംഗ് ആണ് ഗോവ ക്രിക്കറ്റ് അസോസിയേഷൻ അക്കാഡമി ഗ്രൗണ്ട്. ഈ ഗ്രൗണ്ടിൽ 2008 ആദ്യമായി അണ്ടർ 16 ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നത് കേരളവും ഗോവയും തമ്മിലായിരുന്നു. ക്രിക്കറ്റ് ഗ്രൗണ്ട് പിന്നിട്ട് എത്തിയത് അടൽ സേതു എന്ന ഭീമൻ പാലത്തിലേക്കാണ്. ഇന്ന് രാവിലെ അടൽ സേതുവിന്റെ താഴെയുള്ള പാലത്തിലൂടെയാണ് ഞാൻ കണ്ടോലി ബീച്ചിലേക്ക് പോയത്. 2019 മണ്ഡവി നദിക്ക് കുറുകെ 3190 മീറ്റർ നീളമുള്ള ഈ പാലം നിർമ്മിച്ചത് 4 ഭീമൻ തൂണുകളിൽ ഉരുക്കുവടം കൊണ്ട് താങ്ങി നിർത്തിയിരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ 3ാമത്തെ വലിയ കേബിൾ സ്റ്റേഡ് പാലമാണ് അടൽ സേതു. ഇപ്പോഴും ഈ പാലത്തിന്റെ പണി പൂർത്തിയായിട്ടില്ല. പാലത്തിനു താഴെ മണ്ഡവി നദി ഗോവയുടെ മണ്ണിനെ സമ്പന്നമാക്കി അറബിക്കടൽ ലക്ഷ്യമാക്കി ഒഴുകുന്നു. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഗോവ എന്തുകൊണ്ടാണ് സഞ്ചാരികളുടെ പർദീസ ആയി മാറുന്നത് എന്നാണ്. പ്രകൃതി സൗന്ദര്യം കൊണ്ട് നമ്മുടെ കേരളത്തെക്കാൾ എത്രയോ പിന്നിലാണ് ഇവിടം. പിന്നെ എന്താണ് സവിശേഷത? ഗോവയിലെ ജനങ്ങളുടെ കാഴ്ചപ്പാടും ഗവൺമെന്റിന്റെ സപ്പോർട്ടും മാത്രമാണ് അതിന് കാരണം എന്ന് തോന്നിപ്പോകുന്നു. ഗോവ ഇപ്പോൾ ഭരിക്കുന്നത് BJP ആണ്. എന്നിട്ടും യാതൊരു ബുദ്ധിമുട്ടുകളും സഞ്ചാരികൾക്ക് ഇവിടെ ഉണ്ടാകുന്നില്ല. ഇവിടെ മദ്യപിക്കാം. ബീഫ്, പന്നി, മത്സ്യം എന്നീ ആഹാരങ്ങൾ യഥേഷ്ടം കഴിക്കാം. യാതൊരു തടസ്സവുമില്ല. സദാചാര പോലീസില്ല. ലോകത്തിലെ ഏറ്റവും നല്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ തള്ളിക്കളഞ്ഞ് ഗോവയിലേക്ക് വിനോദസഞ്ചാരികൾ വരുന്നതിന് കാരണം അതുതന്നെയാവും സ്വാതന്ത്ര്യം. ജോലിയിൽ നിന്നും, കുടുംബ പ്രശ്നങ്ങളിൽ നിന്നും, സാമൂഹിക കെട്ടുപാടിൽ നിന്നും മനുഷ്യൻ സ്വതന്ത്രനാക്കപ്പെടുന്നു. നിയമങ്ങളിലെ ചില ഇളവുകൾ കേരളത്തിലേക്കും സഞ്ചാരികളുടെ കുത്തൊഴുക്ക് സാധ്യമാകും എന്ന് തോന്നിപ്പോവുകയാണ് ഇപ്പോൾ. ഇവിടെയെല്ലാം അടൽ സേതുവിന്റെ പണി നടക്കുന്നത് കാണാം. ഗോവയുടെ ഭരണം ഇപ്പോൾ BJPയുടെ കൈകളിലാണ് എന്ന് ഞാൻ പറഞ്ഞതാണല്ലോ. 40 ലെജിസ്ലേറ്റീവ് അസംബ്ലി സീറ്റുകളാണ് ആകെ ഗോവയിൽ ഉള്ളത്. 2 ലോക്സഭാ സീറ്റുകളും. 3 പൊളിറ്റിക്കൽ പാർട്ടികളാണ് ഗോവയിൽ പ്രധാനമായും ഉള്ളത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, BJP, മഹാരാഷ്ട്രവാടി ഗ്രാമക് പാർട്ടി. 2007 വരെ ഗോവ ഭരിച്ചിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെയായിരുന്നു. 2007 മുതൽ 2019 വരെ ഭരണം BJPയുടെ കൈകളിലെത്തി. ഇടതുവശത്ത് കാണുന്നത് ബൊംബുലി അത്ലറ്റിക് സ്റ്റേഡിയമാണ്. പ്രധാനമായും ഫുട്ബോൾ അണ്ടർ 19 കുട്ടികൾക്കായുള്ള പരിശീലന കേന്ദ്രമാണ് ഇവിടം. അത്ലറ്റിക്സിൽ ട്രെയിനിങ്ങും നൽകുന്നുണ്ട്. അവിടം പിന്നിട്ട് എത്തിയത് ഇന്ത്യൻ ആർമിയുടെ 2 സിഗ്നൽ ട്രെയിനിങ് സെന്ററിനടുത്തേക്കാണ്.
2 സിഗ്നൽ ട്രെയിനിങ് സെന്ററുകളാണ് ഇന്ത്യൻ ആർമിക്കുള്ളത്. അതിൽ ഒന്ന് ജബൽപൂരും രണ്ടാമത്തേത് ഇവിടെയുമാണ്. വിജനമായി കിടക്കുന്ന NH-66 കാർ മുമ്പോട്ടേക്ക് കുതിക്കുകയാണ്. ഇപ്പോൾ കാർമേഘങ്ങൾ മൂടിയ കാലാവസ്ഥയാണ് ഗോവയിലെവിടെയും. അങ്ങകലെ കാണുന്നത് തലയൂലിം തടാകമാണ്. ഈ പ്രദേശം ഗോലിമുള്ള എന്നറിയപ്പെടുന്നു. സീസൺ സമയത്ത് തലയൂലിം തടാകത്തിൽ ബോട്ടിങ്ങും പ്രസിദ്ധമായ പോർട്ടൽ ചാപ്പൽ കാണാനായി സഞ്ചാരികൾ പോകാറുണ്ട്. ഇവിടെ ഒരു ബ്രിഡ്ജിന്റെ പണി നടക്കുന്നുണ്ട്. ബോംബോലിം എന്ന സ്ഥലത്തെയും ഈ ചുരം ഇറങ്ങിച്ചെല്ലുന്ന മാനിയ എന്ന പ്രദേശത്തെയും ബന്ധിപ്പിച്ച് 10.5 കിലോമീറ്റർ വരുന്ന ഇടുങ്ങിയ ചുരം പാത നിവർത്തി 8 വരി ഫ്ലൈ ഓവർ നിർമ്മിച്ച് യാത്രാ ദൂരം 4 കിലോമീറ്ററായി കുറയ്ക്കുന്ന പദ്ധതിയാണിത്. 2020 ഡിസംബറോടുകൂടി കമ്മീഷൻ ചെയ്യാനായി L&T ഇൻഫ്രാസ്ട്രക്ചർ ദ്രുതഗതിയിൽ പണികൾ പൂർത്തിയാക്കുകയാണ് ഇപ്പോൾ. മഴക്കാലത്തിന്റെ തുടക്കമായതുകൊണ്ട് ഉഴുതിട്ടിരിക്കുന്ന നിലത്ത് വിത്തുകൾ പാകിയിരിക്കുന്നു. കൃഷിയിടങ്ങൾക്ക് അതിര് വരമ്പിട്ട് തെങ്ങുകൾ നിൽക്കുന്നു. ഇപ്പോൾ കടന്നു പോകുന്നത് സുവാരി റോഡ് ബ്രിഡ്ജിലൂടെയാണ്. നോർത്ത് ഗോവയെയും സൗത്ത് ഗോവയെയും ബന്ധിപ്പിക്കുന്ന പാലം. ഈ പാലത്തിന് വലതുവശത്ത് അഗാക്കീമിനെയും കോർട്ടാലിമിനെയും ബന്ധിപ്പിച്ച് അറ്റൽ സേതു പോലെയുള്ള ഒരു തൂക്കുപാലത്തിന്റെ പണി പുരോഗമിക്കുകയാണ്. സുവാരി റോഡ് ബ്രിഡ്ജ് എന്ന് ഈ പാലത്തിന് പേരുവരാൻ കാരണം ഈ പാലത്തിന്റെ ഇടതുവശത്തുകൂടി കൊങ്കൺ റെയിൽവേയുടെ ഇരുമ്പ് കേഡറിൽ തീർത്ത പാലം കടന്നു പോകുന്നു. ആ പാലമാണ് സുവാരി ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത്. ഈ പാലത്തെ സുവാരി റോഡ് ബ്രിഡ്ജ് എന്നും അറിയപ്പെടുന്നു. താഴെ സുവാരി റിവർ അറബിക്കടലിലേക്ക് ഒഴുകിച്ചേർന്നു. പുതിയ തൂക്കുപാലത്തിന്റെ കടലിൽ പണിയുന്ന തൂണുകൾ വലതുവശത്ത് ഉയർന്നു വരുന്നത് കാണാം. ഗോവയിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാനായി എവിടെയും NH-66 വലിയ പാലങ്ങളും ഫ്ലൈ ഓവറുകളും പണിയുകയാണ് ഹൈവേ അതോറിറ്റി ഇപ്പോൾ. ഗോവ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് താഴ്ന്നിറങ്ങുന്ന ഒരു വിമാനം ആകാശത്ത് കാണാം. ഇപ്പോൾ നിൽക്കുന്നത് ചൈക്കാലിം എന്ന സ്ഥലത്താണ്. അസ്തമയ സൂര്യൻ കടലിൽ വർണ്ണങ്ങൾ തൂകി മറയാനൊരുങ്ങുന്നു. അങ്ങകലെ കാണുന്നത് സെയിന്റ് ചൈക്കാലിം ഐലൻഡ് ആണ്. അവിടെ ഒരു പള്ളിയും മറ്റുമുണ്ട്. ഗോവയിൽ കയാക്കിങ്ങിനായി സഞ്ചാരികൾ സെന്റ് ജാക്കിൻഡു ഐലൻഡിൽ എത്താറുണ്ട്. അവിടെ നിന്നും യാത്ര ചെയ്ത് എത്തിയത് ഗോവൻ ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പരിസരത്തേക്കാണ്. ദാബോലിം എന്ന സ്ഥലത്താണ് ഈ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ദാബോലിം എയർപോർട്ട് എന്നൊരു പേര് കൂടിയുണ്ട്. INS ഹൻസ എന്ന മിലിറ്ററി എയർബേസ് ആണ് ഈ എയർപോർട്ടായി ഉപയോഗിക്കുന്നത്. സിവിൽ ഏവിയേഷനും മിലിറ്ററി ബേസും ഇവിടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ എയർപോർട്ടിന്റെ ഉടമസ്ഥത ഗവൺമെന്റ് ഓഫ് ഗോവയ്ക്കും ഇന്ത്യൻ നേവിക്കുമാണ്. 1955 249 ഏക്കർ സ്ഥലത്താണ് പോർച്ചുഗീസുകാർ ഈ എയർപോർട്ട് പണിതത്. തുടക്കത്തിൽ ഇതൊരു എയറോഡ്രോം ആയിരുന്നു. ഇവിടെ നിന്നും ദമൻ, ദ്യൂ, കറാച്ചി എന്നീ സ്ഥലങ്ങളിലേക്ക് ദിവസേന സർവീസും ഉണ്ടായിരുന്നു. 1961 ഡിസംബറിൽ ഇന്ത്യൻ എയർഫോഴ്സ് ഈ എയറോഡ്രോം ആക്രമിക്കുകയും 1983 നവീകരിച്ച റൺവേയോടുകൂടി സിവിൽ ഏവിയേഷനും നേവിക്കുമായി ഉപയോഗം ആരംഭിച്ചു. 2006 ഇന്നു കാണുന്ന രീതിയിൽ എയർപോർട്ടിനെ ഇന്റർനാഷണൽ ടെർമിനലാക്കി ഉയർത്തിയത്. ബോഗ്മാലോ ബീച്ചിനടുത്തുള്ള സീസ്കേപ്പ് കോട്ടേജിലെത്തി. ഇന്നലെ തുടങ്ങിയ യാത്രയുടെ ക്ഷീണം ഇവിടെ അഴിച്ചുവെക്കണം. നാളെ പുതിയ കാഴ്ചകൾക്കായി വിഴി തുറക്കുകയും ചെയ്യണം.